is Vanvi, is Trishika. ഹോമിയിലെ ടോണിക് പോലത്തെ സാധനം എന്നായത് പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ നിർത്തിയതാണ്. വീടിനുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാട്ടാ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ് കേട്ടാ. മഹാരാഷ്ട്രയിൽ ചങ്ങായിൻ്റെ ഏട്ടൻ്റെ റൂമിലാണ് 2 ദിവസം സ്റ്റേ ചെയ്തത്. കാരണം നല്ല സീനായിരുന്നു വയറുവേദന എടുത്തിട്ട്. ആടുന്ന് രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി കഷ്ടപ്പെട്ട് എങ്ങനെയല്ലോ 100 കിലോമീറ്റർ ചവിട്ടി പൂനെ എത്തിച്ചു. പൂനെ എത്തുമ്പോഴത്തേക്കാണെങ്കിൽ കാലിന് പണി കിട്ടി. വേറെ വഴിയില്ലാതുകൊണ്ട് ഒരു ആർമിക്കാരൻ്റെ വീട്ടിൽ നമ്മൾ സൈക്കിൾ സേഫാക്കി വെച്ചു. ഈ 2 ബാഗ് ഇട്ടിടക്കൽ ഭയങ്കര ചൊറയാന്ന് കേട്ടാ. ഫ്രണ്ടിലൊരു ബാഗ്, ബാക്കിൽ വലിയ ട്രാവൽ ബാഗ്. പറഞ്ഞിട്ട് കാര്യമില്ല, ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. ഇവിടുന്ന് നമുക്ക് ചെറിയ പൈസക്ക് ജാക്കറ്റ്, അതുപോലെ സ്ലീപ്പിംഗ് ബാഗ്, പിന്നെ ട്രക്കിംഗ് ഷൂ കാര്യങ്ങളെല്ലാം കിട്ടി. ജാക്കറ്റിനാണെങ്കിൽ ഏകദേശം വെറും 300-400 അത്രയും ബഡ്ജറ്റ് വരുന്നില്ല. അത്യാവശ്യം ക്വാളിറ്റിയുടെ സാധനമാണെങ്കിൽ 700 വരുന്നുണ്ട്. ചായക്കെല്ലാം വിചാരിക്കാതെ അത്ര പൈസ വന്നിട്ടാ. ഗൈസ്, ഡൽഹിയിൽ താജ്മഹൽ ഉണ്ട് എന്നിട്ട് ബസ് കയറാൻ വേണ്ടി കൊണ്ടുപോയത്. ഇവിടെ താജ്മഹലും ഇല്ല, ഇവിടെ തേങ്ങയും ഇല്ല, എവിടെയോ ഇല്ല താജ്മഹൽ. ഡൽഹിയിലുണ്ട് എന്നിട്ട് കുറേ നടത്തിച്ചിട്ടാ. സത്യം പറഞ്ഞാൽ ഭ്രാന്തി. ഇവൻ മൈരന്മാരെ ഉണച്ചുകൊണ്ടിരിക്കും, ചെവിടടിച്ചു. നമ്മളിപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടില്ലത്. രാത്രി 7 മണിക്കായിട്ടാണ് കാശ്മീരിലേക്ക് ട്രെയിൻ പറഞ്ഞത്. ഇനിയിപ്പം 8 മണി വരെ ഇനി ഇവിടെ കുത്തിയിരിക്കണം, രാത്രി വരാം. ഇപ്പം സമയം ഏകദേശം ഉച്ചയായതേ ഇല്ലു. ഷോൾഡറെല്ലാം പൊട്ടി പുളിയാനായിട്ടാ. എജ്ജത് പെയിൻ അറിയാം. ഓ, ഇനിയിപ്പോൾ ടിക്കറ്റ് എടുക്കണം. നമുക്ക് ടിക്കറ്റ് എടുത്ത് വരാം. ഗൈസ്, ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. ബാഗ് ഇവിടെ കുറച്ച് നേരം സൈഡാക്കി വെച്ചു. നല്ല പെയിൻ ഉണ്ട് ഗൈസ്. സൈക്കിളും കൊണ്ട് ഇറങ്ങിയ സമയത്ത് കുറേ ആൾക്കാർ പറഞ്ഞ് റീച്ചിന് വേണ്ടിയിട്ടാണ്, പിന്നെ ആൾക്കാർ പൈസ ഒന്ന് സഹായിക്കുന്നതുകൊണ്ടാണ് അതിനോട് ഇറങ്ങിയത്, അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞു. പക്ഷെ നമ്മളെ അവസ്ഥ അങ്ങനെയല്ലേനു. കാരണം പഴയ സൈക്കിൾസിന് നമ്മൾ ഇറങ്ങിയത് അത്രയും തുരുമ്പ് പിടിച്ച് അലമ്പായ അവസ്ഥയിലുണ്ടായി. നമ്മളിത് ശരിയാക്കി ഒരു 2000 കൊടുത്ത് അത് ശരിയാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ മംഗലാപുരം വരെ എത്തി. ആടുന്ന കമ്പനിയിൽ വന്ന് ഒന്നും കൂടി ശരിയാക്കി. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിക്ക് ആദ്യം കംപ്ലൈൻറ്റ് വന്ന് പിന്നെ ശരിയാക്കി. മൊത്തത്തിൽ പുതിയൊരു സൈക്കിൾ വാങ്ങേണ്ട പൈസ തന്നെ ഇപ്പോൾ പോയിട്ടുണ്ടാവും സൈക്കിളിന് വേണ്ടിയിട്ട് മാത്രമായിട്ട്. പിന്നെ ഹെൽത്ത് ഇഷ്യൂ വന്നു. എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ബഡ്ജറ്റ് ഇപ്പം ഒരു ബൈക്ക് എടുത്ത് പോകുന്നതിൻ്റെ അത്ര പോലും ആയിട്ടുണ്ടാവും. കാഴ്ച ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഇവരിങ്ങനെ സ്ലീപ്പറിന് പോവുക, ബസ്സിന് പോകാനെല്ലാം പറ്റിങ്ങനെ ആൾക്കാരിങ്ങനെ ട്യൂൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ ബയ്യ ബ്ലാക്കിലെല്ലാം ടിക്കറ്റ് സെയിലാക്കുന്നുണ്ട്. എങ്ങനെയോ 2 ടിക്കറ്റ് ഒപ്പിച്ച് തന്നിട്ടുണ്ട്. യൂട്യൂബ് ഓക്കെ. यूट्यूब केरला। ये भैया ये ट्रेन का नाम है ट्रेन नाम उत्तर संपर्क क्रांति। വെയിറ്റിംഗ് റൂമിൽ ടിക്കറ്റ് എടുത്തിരിക്കുമെന്ന്. ഏകദേശം ഒരു 8 മണി 8:50 ഇങ്ങനെയാണ് ജമ്മുവിലേക്കുള്ള ട്രെയിൻ എന്ന് പറഞ്ഞത്. എങ്ങനെയോ ആരെല്ലോ കയ്യും കാലും പിടിച്ച് ടിക്കറ്റ് എടുത്തു. ചങ്ങയുണ്ട്, ഓനങ്ങ് അപ്പുറത്തിരിക്കും. ഞാൻ പിന്നെ ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇവിടെ വന്നിരുന്നു. ഫുൾ വീഡിയോ എടുക്കുന്ന കാരണം ചാർജിങ്ങിൻ്റെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. നമുക്ക് I am Vijay. Vijay Prakash is Vanvi, is Trishika. I have 2 daughters. Okay, so, where are you going? We are going to Gujarat, Gandhinagar. Okay, nice. You people are doing very fantastic job. You go and explore India. Yeah. Because in younger age you can explore these places. After marriage you will be stuck in domestic life. So do good. Okay, which class studying? She is in LKG. ഗൈസ്, ഇവർ ആന്ധ്രയിലെ എയർഫോഴ്സ് ഓഫീസറാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറേ നേരം സംസാരിച്ചു.
നല്ലൊരു മനുഷ്യൻ. യാത്രയിൽ ഇതേപോലെ കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുന്നതിലും പുതിയ കുറേ അനുഭവങ്ങൾ നേടാൻ പറ്റുന്നതിലും ഒരുപാട് സന്തോഷം. സമയം ഇപ്പോൾ 7 മണിയായിട്ടുണ്ട്. 8:50 നമ്മൾ ട്രെയിൻ വരുന്നു. കുറച്ചു നേരം കോഫിയെല്ലാം കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ വിചാരിച്ചു. അത്യാവശ്യം നല്ല രീതിക്ക് ഇപ്പം തണുപ്പടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം കാശ്മീരിൽ എത്തിക്കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റുമോ ഇല്ലയൊന്നും അറിയില്ല. കാരണം എനിക്ക് അത്ര തണുപ്പടിച്ച് ശീലമൊന്നുമില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഹോമിയിലെ ടോണിക് പോലത്തെ സാധനം എന്നായത് ഇതിനാണെങ്കിൽ 10-40 ഉണ്ട്. 10-40 ഈ ഒരു സാധനം ബായിൽ വെക്കാൻ കൊള്ളൂല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 8:30 തന്നെ ട്രെയിൻ വന്ന് നമ്മളിപ്പോൾ ട്രെയിനിൽ കയറിയിട്ടില്ല. ഇത് ഭാഗ്യത്തിന് സീറ്റ് കിട്ടി. മുകളിലിരിക്കുന്ന കുറച്ച് പെണ്ണുങ്ങ എൻ്റെ ബാഗെല്ലാം എടുത്ത് തീർന്നു. നമ്മളിപ്പോൾ ഉള്ളത് ജമ്മു കാവിയിലാണ് കേട്ടോ. ഇനിയിപ്പോൾ വീട് നേരെ ശ്രീനഗറിലേക്ക് പോകണം. അവിടെ കുറച്ച് മലയാളീസ് ഉണ്ട്. അവരെ നമുക്ക് റൂമും കാര്യങ്ങളെല്ലാം തരാൻ പറഞ്ഞു. വേറെ വഴിയില്ല. അപ്പോൾ കുറച്ച് ദിവസം ശ്രീനഗറിൽ നിന്നിട്ട് കാശ്മീരിലേക്ക് പോകാനാണ് പ്ലാൻ. ഗൈസ് ഇവിടെ പിന്നെ ജിയോൻ്റെ സിമ്മെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ ജിയോൻ്റെ സിമ്മ് കട്ടായി. നാട്ടിൽ സിമ്മ് കട്ടായി. മറ്റേ വേറെന്തോ പോസ്റ്റ് പെയ്ഡ് സിമ്മ അങ്ങനത്തെ ഒരു സാധനം വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെന്തായാലും ഇനി മാറ്റാൻ കഴിയില്ല. OTP ആയിരുന്നല്ലോ. അതുകൊണ്ട് എയർടെല്ലിൻ്റെ ഒരു സിമ്മ് എടുത്തു. പുതിയ സിമ്മ് എടുത്തു. ഗൈസ് ഇവരെ ഷോപ്പിൻ്റെ വീഡിയോ എടുത്തിട്ട് ചോദിച്ചു. അപ്പോൾ വെറുതെ ആഡ് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചു. ഫ്രീ പ്രൊമോഷൻ കഴിച്ചൊന്നുമില്ല. भैया शॉप का नाम? शॉप नाम विशाल कम्युनिकेशन. विशाल कम्युनिकेशन, रेलवे स्टेशन जम्मू. ओके. मोबाइल ഉണ്ട്, मोबाइल सिम्स एक्सेसरीज वगैरह ऑल इन ऑल अवेलेबल. സിം फ्री सिम विद ओनली റീചാർജ് പേയ്മെന്റ്. റീചാർജിന്റെ പൈസ മാത്രമേ കൊടുക്കണമെന്ന് പറയുന്നത്. ഫ്രീ സിം ഉണ്ട്. പിന്നെ വേറെ ഹെഡ്സെറ്റ് ഉണ്ട്. ഇത് ഐഫോൺ പ്രൊട്ടക്ഷൻ, कैमरा प्रोटेक्शन. यस अवेलेबल. प्रोटेक्शन आल्सो अवेलेबल. ओके. भैया नाम क्या है? राघव. प्रवीण. ओके. चार्जर कितना प्राइस? कौन सा चार्जर? फास्ट चार्जिंग. विच मॉडल? टाइप सी, V8. Vivo 850 ओरिजिनल चार्जर, 6 month वारंटी. 850 ओरिजिनल चार्जर, 6 month वारंटी. ऑल इंडिया केयर. ഓക്കെ ഓക്കെ. ഗൈസ് ഇനി ബസ് കയറിയിട്ട് വേണം ശ്രീനഗറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. വീടില്ല ഒറ്റ മനുഷ്യനെ വിശ്വസിക്കാൻ പാടില്ല. വീട്ടിലെ ആൾക്കാർക്കെല്ലാം ഭയങ്കര സ്നേഹമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മളെ പിടിച്ച് ബസ് കയറ്റി. 20 റുപ്യാന്ന് വരുന്ന ബസ് സ്റ്റാൻഡിലേക്ക് ഇല്ല കേട്ടോ. ഇത്ര 5 കിലോമീറ്റർ എന്ന് പറഞ്ഞ റോഡൊന്നും കാണ്ടേമോ. ഫുള്ള് ബാഗെല്ലാം വെച്ചിട്ട് മുമ്പിൽ നടക്കുന്നുണ്ട്. അയ്യോ, മുമ്പിൽ കുറേ എണ്ണം വന്നിട്ട് ഇങ്ങനെ നിൽക്കും. പറക്കുന്നളി പോലെ ഉണ്ട് കേട്ടാ. അല്ലേ, പറക്കുന്നളി തന്നെ. പെട്ടി സീറ്റിൽ ഇരുന്നിട്ട് എത്ര നാളെ കയറി ഇതേപോലെ പോയിട്ട്. പണ്ട് ഈ അമ്മേൻ്റെ പേരെല്ലാം പോകുമ്പോഴാണ് പോവുക പെട്ടി സീറ്റിൽ ഇരുന്നിട്ട്. ഇവിടെ ഒരു ചെറിയ കമ്പി ഉണ്ടാവും, അതെല്ലാം പിടിച്ചിരുന്ന് സ്റ്റെയറിങ്ങിലും തിരിക്കുന്ന 2 തിരിയെല്ലാം തിരിച്ച് ശ്രീനഗറിലേക്ക് ഒരു വണ്ടി കിട്ടി. വിലവേശി 2 കൂടി 200 റുപ്യക്ക് സെറ്റാക്കിയിട്ടുണ്ട്. സ്റ്റേജും കാര്യങ്ങളെല്ലാം ബാക്കിൽ വെച്ചിട്ടുണ്ട്. നിയാസ് ബ്രോനെ വിളിക്കണം. നിയാസ് ബ്രോയാണ് നമുക്ക് റൂം വരെ പറഞ്ഞത്. ബ്രോനെ വിളിച്ചു നോക്കണം. പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ നിർത്തിയതാണ്. വീടിനുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാട്ടാ. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്. കൈ കഴുകുമ്പോഴെല്ലാം നമ്മളെ ഈ നാട്ടിലെല്ലാം ഈ ഫ്രിഡ്ജിൽ തണുത്തോളം വെച്ച് എങ്ങനെ ഉണ്ടാവുക, അതിൻ്റെ ഇരട്ടി തണുപ്പാണ് ഇപ്പോൾ ഇവിടെ. ഇനിയിപ്പം കാശ്മീരിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് പറയാൻ കഴിയില്ല കേട്ടോ. ശ്രീനഗറിൽ കൊണ്ടിറക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിറക്കി. ഇനിയിപ്പോൾ ഇവിടെ ട്രെയിൻ കയറിയിട്ട് വേണം പോകാൻ വേണ്ടി. എന്താ അവസ്ഥ നോക്കണം. സീസൺ സമയത്തെല്ലാം ഒരുപാട് സ്നോഫോളും കാര്യങ്ങളും ഉണ്ടാകുന്നൊരു സ്റ്റേഷനാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ ശ്രീനഗർ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിന് വേണം പോകാൻ വേണ്ടി റൂമിലേക്ക്. ഗൈസ് ഈ സ്റ്റേഷൻ്റെ പേര് ബാനിഹാൽ എന്നാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നേരെ ശ്രീനഗർ പിടിക്കണം.
ഫോണിന് ചാർജ് ഇല്ല, ഫോണിക്ക് ഓഫ് ആവും. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവരും മാക്സിമം ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.